2 ദിവസം അതിന് ഷൂട്ടിൻ്റെ ഗ്യാപ്പ് വന്നു. ഞാൻ നേരെ കുക്കു ഉണ്ടല്ലോ, നമ്മുടെ ഡാൻസ് മാസ്റ്റർ കുക്കുവിൻ്റെ കേസ് കോഡ് എന്ന് പറഞ്ഞ ഫ്ലോറിലാണ് നമ്മുടെ ഷൂട്ട്. പിന്നെ 2 ദിവസം ഞാൻ ആ 2 ദിവസവും കുക്കുവിൻ്റെ അടുത്ത് പോയി ഡാൻസിനെ കുറിച്ച് കുക്കു ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടു പഠിച്ചതിന് ശേഷമാണ് ഞാനിതിലൊന്ന് അഭിനയിച്ചത്. സ്റ്റെപ്സ് അതേപോലെ ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു ഒന്നും കൂടെ വിനീത് തന്നെ ചോദിച്ചു, കാരണം വിനീത് തന്നെ ഡാൻസ് മാസ്റ്ററായിട്ട് ഒരുപാട് ആൾക്കാരെ പരിചയമുണ്ട്, ഞാൻ തന്നെ ചെയ്യണം, കാരണം എനിക്ക് ഇല്ല ചേട്ടൻ പറഞ്ഞു മണിക്കൂറിന് പറ്റുമെന്നുള്ളത്. അങ്ങനെ ഞാനിവിടെ വന്നിട്ട് ഫസ്റ്റ് സീനാണ് എടുത്തത്. സീനെടുത്തപ്പോഴാണ് തൻഹ കുരുവി അവളൊരു ഡാൻസ് സ്റ്റെപ്പ് ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവളിത് ഭയങ്കര ഡാൻസറാണല്ലോ. എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോഴാണ് ഡയറക്ടർ പറയുന്നത് ഇത് മോളുടെ കഥ തന്നെയാണ്. ഇവർ രണ്ടുപേരുടെ ഡാൻസ് കൂടെ മോളുടെ ഡാൻസ്, അവരുടെ ഡാൻസ് മാസ്റ്ററായിട്ട് ഞാൻ എന്നെ പ്രേക്ഷകൻ അംഗീകരിക്കണമെങ്കിൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ ഉടൻ തന്നെ 2 ദിവസം അതിന് ഷൂട്ടിൻ്റെ ഗ്യാപ്പ് വന്നു. ഞാൻ നേരെ കുക്കു ഉണ്ടല്ലോ, നമ്മുടെ ഡാൻസ് മാസ്റ്റർ കുക്കുവിൻ്റെ കേസ് കോഡ് എന്ന് പറഞ്ഞ ഫ്ലോറിലാണ് നമ്മുടെ ഷൂട്ട്. പിന്നെ 2 ദിവസം ഞാൻ ആ 2 ദിവസവും കുക്കുവിൻ്റെ അടുത്ത് പോയി ഡാൻസിനെ കുറിച്ച് കുക്കു ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടു പഠിച്ചതിന് ശേഷമാണ് ഞാനിതിലൊന്ന് അഭിനയിച്ചത്. ഇതിന് പ്രേക്ഷകർ ഇതിലെന്നെ ഡാൻസ് മാസ്റ്ററെ കാണാൻ സാധിച്ചാൽ അതൊരു വലിയ സന്തോഷം. കാരണം വിനീത് തന്നെയാണ് റെക്കമെൻഡ് ചെയ്തത്, കാരണം അദ്ദേഹത്തിന് ചീത്ത വരാൻ പാടില്ല. ഞാൻ റെക്കമെൻഡ് ചെയ്തത് സജസ്റ്റ് ചെയ്തൊന്നുമല്ല, ഞാൻ ഹീസ് എ വെരി വെരി ടാലന്റഡ് ആൻഡ് റെപ്യൂട്ടഡ് ആർട്ടിസ്റ്റ്. ഐ എം നോബഡി ടു റെക്കമെൻഡ്. മണിക്കുട്ടൻ ഞാൻ പറഞ്ഞു ഇത് ഒരു ആക്ടർ ഹാസ് ടു ഡു ദിസ്. ഭയങ്കര പൊട്ടൻഷ്യലൊക്കെ ഞാൻ പറഞ്ഞു ഇഫ് യു കൻ ഗെറ്റ് മണിക്കുട്ടൻ, അദ്ദേഹം അത് accept ചെയ്യണം, then you are lucky. That is what I said. I never suggested you. And that's what I'm saying. It was a blessing because it's not just about dancing. ഈ കുട്ടിക്ക് മോട്ടിവേഷൻ കൊടുത്ത് അവൾക്ക് കോൺഫിഡൻസ് കൊടുത്ത് കൂടെ തന്നെ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. ആൻഡ് ദർ ഇസ് എ ലോട്ട് ഓഫ് പെർഫോമൻസ് ഓറിയന്റഡ് ആസ്പെക്ട് ആ ക്യാരക്ടറിൽ. സോ അത് ഒരു റിഫൈൻഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ആർട്ടിസ്റ്റ് ചെയ്താൽ മാത്രമേ that subject will elevate. അതാണ് ഞാൻ ജോഷിനോട് പറഞ്ഞത്. Please ask him. I'm not suggesting or recommending. I'm nobody to do that. You are an extraordinarily talented actor. അങ്ങനെ പേര് വായിൽ വരിക ഒരു ആക്ട്രസ് നമ്മളെ സംബന്ധിച്ച് ഇദ്ദേഹത്തിന്റെ സിനിമയെ കണ്ടു വളർന്നൊരു തലമുറയാണ്. അപ്പോൾ ആ വായിൽ ആ മനസ്സിൽ നമ്മുടെ പേര് വരിക ഈ സിനിമാ ലോകത്തെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ. അത് ഞാൻ എടുത്തു തന്നെ പറയണം. താങ്ക് യു. പിന്നെ ജോഷിയേട്ടൻ അദ്ദേഹം കൂടെ എന്നെ സഹായിച്ചു. ഇതിന് മെയിനായിട്ട് പറയേണ്ടത് വിപിൻ സാറിൻ്റെ കാര്യം എനിക്ക് എടുത്തു പറയാം. കാരണം തിരുവനന്തപുരത്ത് ഞങ്ങളെ സിനിമാക്കാരിൽ ഏറ്റവും അറിയപ്പെടുന്ന അന്നത്തെ സമയത്ത് ഞാൻ ചാൻസ് വെച്ച് നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന രണ്ടുപേരെന്ന് അഴകപ്പ സാറും വിപിൻ സാറും.